നമസ്കാരം. വാരം വാർത്താ വിചാരം എന്ന പ്രതിവാര പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. വാർത്തകൾ വന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. അതിൽ ഓർത്തുവെക്കേണ്ടവ ചിലത് മാത്രമാകും. അത്തരം വാർത്തകളിലേക്ക് കടന്നു ചെല്ലുന്ന പരിപാടിയാണ് വാരം വാർത്താ വിചാരം. കേരളം അടുത്ത 5 വർഷം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിലെത്തിയ ആഴ്ചയാണ് കടന്നുപോകുന്നത്. വോട്ടർമാർ എത്രയാണെന്ന് ചിത്രം തെളിഞ്ഞു. സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്നതും വ്യക്തമായി. ഇനി ഏപ്രിൽ 9 വരെ പോരാട്ട നാളുകളാണ്. ഓണാട്ടുകരയുടെ പ്രദേശം പ്രധാനമായും ഉൾക്കൊള്ളുന്നത് കായംകുളം, മാവേലിക്കര, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളാണ്. ജില്ലയാകെ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. 9 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് സാമാജികരെ തെരഞ്ഞെടുക്കുന്നത്. 9 മണ്ഡലങ്ങളിലായി ആകെയുള്ളത് 16,82,697 വോട്ടർമാരാണ്. 8,71,041 സ്ത്രീകളും 8,11,641 പുരുഷന്മാരും 15 ട്രാൻസ്ജെൻഡേഴ്സുമാണ് ജില്ലയിൽ വോട്ടർമാരായി ഉള്ളത്. ജില്ലയിലെ 9 മണ്ഡലങ്ങളിലായി 48 സ്ഥാനാർത്ഥികളാണുള്ളത്. തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അരൂർ, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, കുട്ടനാട്, ഹരിപ്പാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കായംകുളം എന്നീ മണ്ഡലങ്ങളാണ് ജില്ലയിലുള്ളത്. രാഷ്ട്രീയമായി 2021 ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന ജില്ലയാണ് ആലപ്പുഴ. ഹരിപ്പാട് ഒഴിച്ച് എല്ലാ മണ്ഡലങ്ങളിലും 2021 വിജയിച്ചത് ഇടതുപക്ഷമാണ്. എന്നാൽ 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ 2 എംപിമാർ കോൺഗ്രസിൽ നിന്നായി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മേൽക്കൈ നിലനിർത്തിയെങ്കിലും 2020 ഫലം കൂടി വിലയിരുത്തിയാൽ UDF വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നതായി കാണാം. BJP മുഖ്യകക്ഷിയായുള്ള NDA 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ ശക്തമായ സാന്നിധ്യം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിലെ ആകെ 72 ഗ്രാമപഞ്ചായത്തുകളിൽ 36 ഇടത്തും LDF ഭരണമാണുള്ളത്. 23 ഇടങ്ങളിൽ UDFും 5 ഇടങ്ങളിൽ NDAയും ഭരണം നടത്തുന്നു. 8 ഇടങ്ങളിൽ ഒരു മുന്നണിക്കും ഭൂരിപക്ഷമില്ലാത്ത സ്ഥിതിയുമുണ്ട്. 12 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 7 LDFും 4 UDFും ഭരിക്കുന്നു. ഒരിടത്ത് സമനിലയാണ്. ജില്ലാ പഞ്ചായത്ത് ഭരണം LDF 2025 തുടരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഭരണനേട്ടവും വികസനക്ഷേമ പ്രവർത്തനങ്ങളും എടുത്തു പറഞ്ഞാണ് LDF വോട്ട് ചോദിക്കുന്നത്. ജില്ലയിൽ 8 ഇടത്തും സിറ്റിംഗ് MLAമാരെ തന്നെയാണ് LDF മത്സരിപ്പിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. ഹരിപ്പാട് മണ്ഡലം മാത്രമാണ് ജില്ലയിൽ തങ്ങൾക്കുണ്ടായിരുന്നതെങ്കിലും ഇക്കുറി മറ്റ് 8 മണ്ഡലങ്ങളും തിരിച്ചു പിടിക്കുമെന്ന് വാശിയിലാണ് UDF. സർക്കാരിന്റെ ഭരണപരാജയം, ശബരിമല സ്വർണ്ണക്കൊള്ള എന്നിവയെല്ലാം എടുത്തു പറഞ്ഞ് അടുത്തിടെ നടന്ന എല്ലാ പൊതു തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ലഭിച്ച തിളക്കമാർന്ന വിജയികളുടെ ആത്മവിശ്വാസത്തിലാണ് UDF കളത്തിലുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സബ്കോ വികാസ് ആശയം മുൻനിർത്തി പതിവ് മുന്നണി ഭരണങ്ങളിൽ നിന്നുള്ള മാറ്റത്തിന്റെ വികസന സങ്കല്പം ഊന്നി പറഞ്ഞ് രംഗത്തുള്ള NDA സമീപ തെരഞ്ഞെടുപ്പുകളിലെ വിജയത്തെ വോട്ട് അഭ്യർത്ഥിക്കാനുള്ള പിൻബലമാക്കുകയാണ്. ഏതായാലും ജില്ലയിൽ പല മണ്ഡലങ്ങളിലും തീപാറുന്ന മത്സരമുണ്ടാകുമെന്നത് ഉറപ്പാണ്. കായംകുളം, മാവേലിക്കര, ചെങ്ങന്നൂർ, കുട്ടനാട്, ആലപ്പുഴ, അമ്പലപ്പുഴ, ചേർത്തല, അരൂർ എന്നീ മണ്ഡലങ്ങളാണ് LDFന് ഒപ്പമുള്ളത്. ഹരിപ്പാട് മണ്ഡലം UDFനായിരുന്നു ഉണ്ടായിരുന്നത്. കായംകുളത്ത് ഇക്കുറി LDF മത്സരിപ്പിക്കുന്നത് സിറ്റിംഗ് MLA അഡ്വക്കേറ്റ് U പ്രതിഭയെ തന്നെയാണ്. KPCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ലിജുവാണ് UDF സ്ഥാനാർത്ഥി. BDJS നേതാവ് തമ്പി മേട്ടുതറ NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി കായംകുളത്തെ പോരാട്ടത്തിനുണ്ട്. ചരിത്രവും രാഷ്ട്രീയ പാരമ്പര്യവും കൈകോർക്കുന്ന മണ്ഡലമാണ് കായംകുളം. നഗരവും ഗ്രാമവും ഒരുമിക്കുന്ന ഈ പ്രദേശം ആലപ്പുഴ ജില്ലയിലെ നിർണായക രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. കായംകുളം നഗരസഭ, പത്തിയൂർ, കണ്ടല്ലൂർ, ദേവികുളങ്ങര, ചെട്ടിക്കുളങ്ങര, കൃഷ്ണപുരം, ഭരണിക്കാവ് പഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന ഈ മണ്ഡലത്തിൽ ജനജീവിതവുമായി നേരിട്ട് ബന്ധമുള്ള വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പ് ചർച്ചകളെ നയിക്കുന്നത്. കായംകുളം താലൂക്ക് ദേശീയപാത വികസനം, ഗ്രാമീണ റോഡ് വികസനം, കുടിവെള്ളം, കൃഷി, മത്സ്യബന്ധനം, തൊഴിൽ, ആരോഗ്യവും വിദ്യാഭ്യാസവും ഇവയൊക്കെയാണ് ഇവിടെ വോട്ടർമാരുടെ പ്രധാന ആശങ്കകൾ. രാഷ്ട്രീയമായി നോക്കുമ്പോൾ കായംകുളം വർഷങ്ങളായി LDFും UDFും തമ്മിലുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഭൂമിയാണ്. വലിയ ഭൂരിപക്ഷങ്ങൾക്ക് പകരം ചെറിയ വോട്ട് വ്യത്യാസങ്ങളാണ് പലപ്പോഴും ഇവിടെ വിജയികളെ നിർണയിച്ചിട്ടുള്ളത്. ഇടതുപക്ഷത്തിന്റെ ശക്തമായ അടിത്തറയുള്ള മണ്ഡലമായ കായംകുളത്ത് തൊഴിലാളി പ്രസ്ഥാനങ്ങളും സഹകരണ മേഖലയിലെ സ്വാധീനവും ഗ്രാമീണ വോട്ടർമാരുടെ പിന്തുണയും ഇടതുപക്ഷത്തിന് സ്ഥിരത നൽകി. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് മുൻകൈ ഉണ്ടായിട്ടുണ്ട്. അതേസമയം UDFനും ഇവിടെ ഉറച്ച രാഷ്ട്രീയ സ്വാധീനമുണ്ട്. ഇതെല്ലാത്തിനും പുറമെ വോട്ട് ശതമാനത്തിൽ വൻ മുന്നേറ്റവും നഗരസഭയിലും ഗ്രാമപഞ്ചായത്തുകളിലും സീറ്റ് വിഹിതത്തിലുണ്ടായ കുതിപ്പും NDAയുടെ കരുത്തും വർദ്ധിപ്പിച്ചിരിക്കുന്നതായും കാണാം.
1957 മുതൽ CPI, സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടി എന്നിവയൊക്കെ MLA-മാരെ സംഭാവന ചെയ്ത മണ്ഡലത്തിൽ 1970 മുതൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാറി മാറി MLA-മാരെ സൃഷ്ടിക്കുന്ന ട്രെൻഡ് ഉണ്ടായി. 2006 മുതൽ തുടർച്ചയായി CPM വിജയിക്കുന്ന മണ്ഡലമായി കായംകുളം മാറി. LDF ഇക്കുറി രംഗത്തിറക്കിയിരിക്കുന്നത് സിറ്റിംഗ് MLA U പ്രതിഭയെയാണ്. 2016-ലും 2021-ലും വിജയിച്ച പ്രതിഭയ്ക്ക് പാർട്ടി വീണ്ടും അവസരം നൽകുകയായിരുന്നു. SFIയിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന പ്രതിഭ 2000-2025 തകഴി ഗ്രാമപഞ്ചായത്തിൽ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2005 മുതൽ 2010 വരെ തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി. 2010 മുതൽ 2015 വരെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. തുടർന്നാണ് കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ 2016-ൽ മത്സരിക്കാനെത്തുന്നത്. കോൺഗ്രസിലെ M. ലിജുവിനെ 11,857 വോട്ടിനും 2021-ൽ കോൺഗ്രസിലെ അരിത ബാബുവിനെ 6,298 വോട്ടിനും തോൽപ്പിച്ചാണ് പ്രതിഭ വിജയിച്ചത്. താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ നടപ്പാക്കിയ വികസന ക്ഷേമ പദ്ധതികളും എടുത്തു പറഞ്ഞാണ് പ്രതിഭ വീണ്ടും വോട്ടർമാരെ അഭിമുഖീകരിക്കുന്നത്. കോൺഗ്രസിലെ ശ്രദ്ധേയരായ യുവമുഖങ്ങളിൽ ഒരാളായ അഡ്വക്കേറ്റ് M. ലിജുവിനെയാണ് UDF കായംകുളത്ത് മത്സരിപ്പിക്കുന്നത്. യുവജന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുയർന്ന പാർട്ടി പ്രവർത്തനങ്ങൾ, സംഘടനാ ഇടപെടലുകൾ, മാധ്യമ ചർച്ചകൾ എന്നിവയിലൂടെ അറിയപ്പെടുന്ന ലിജുവിന് രണ്ടാം അംഗമാണ്. യുവജന രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുയർന്ന പാർട്ടി പ്രവർത്തനങ്ങൾ, സംഘടനാ ഇടപെടലുകൾ, മാധ്യമ ചർച്ചകൾ എന്നിവയിലൂടെ അറിയപ്പെടുന്ന ലിജുവിന് രണ്ടാം അംഗമാണ് കായംകുളത്തേത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിലൂടെ പൊതുരംഗത്ത് സജീവമായ ലിജു DCC പ്രസിഡന്റ്, KPCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളും വികസന മുരടിപ്പും എടുത്തു പറഞ്ഞാണ് ലിജു വോട്ട് തേടുന്നത്. കായംകുളത്തുകാരനായ തമ്പി മേട്ടുതറയെയാണ് BJP മുഖ്യകക്ഷിയായ NDA മുന്നണി കായംകുളത്ത് മത്സരിപ്പിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം ഉള്ള ഒരു കുടുംബത്തിലെ അംഗമായ തമ്പി സ്വാതന്ത്ര്യ സമര സേനാനിയും മധ്യ തിരുവിതാംകൂറിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന മേട്ടുതറ നാരായണന്റെ മകനാണ്. BDJS-ൽ നിന്നുള്ള തമ്പി 2021-ൽ കുട്ടനാട് മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു. BDJS-ൽ എത്തും മുൻപ് CPI ജില്ലാ കൌൺസിൽ അംഗവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു. LDF, UDF മുന്നണികളുടെ പരാജയവും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഊന്നി പറഞ്ഞ് മാറ്റത്തിനായി വോട്ട് ചെയ്യുക എന്ന ആഹ്വാനമാണ് തമ്പി മേട്ടുതറ നടത്തുന്നത്. ഓണാട്ടുകരയിലെ പ്രധാനപ്പെട്ട നിയമസഭാ നിയോജക മണ്ഡലമാണ് മാവേലിക്കര. പത്തനംതിട്ട, കൊല്ലം ജില്ലകളുമായി അതിർത്തികൾ പങ്കിടുന്ന മണ്ഡലമായ ഇവിടെയും കടുത്ത മത്സരമാണ് നടക്കുന്നത്. പഴയ പന്തളം മണ്ഡലത്തിലെ ചുനക്കര, പാലമേൽ, നൂറനാട്, താമരക്കുളം പഞ്ചായത്തുകൾ ചേർത്തും പഴയ മാവേലിക്കര മണ്ഡലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചെന്നിത്തല പഞ്ചായത്ത് ചെങ്ങന്നൂരിലേക്ക് മാറ്റിയും ചെട്ടികുളങ്ങര, ഭരണിക്കാവ് പഞ്ചായത്തുകൾ കായംകുളം നിയോജക മണ്ഡലത്തിലേക്ക് ചേർത്തും പുനർനിർണയിച്ചതാണ് ഇപ്പോൾ നിലവിലുള്ള മാവേലിക്കര മണ്ഡലം. 2011 മുതൽ സംവരണ മണ്ഡലമാണിത്. മാവേലിക്കര നഗരസഭയും മാവേലിക്കര താലൂക്കിലെ ചുനക്കര, മാവേലിക്കര താമരക്കുളം, മാവേലിക്കര തെക്കേക്കര, നൂറനാട്, പാലമേൽ, തഴക്കര, വള്ളിക്കുന്നം എന്നീ പഞ്ചായത്തുകളും ചേർന്നതാണ് മാവേലിക്കര നിയമസഭാ മണ്ഡലം. പത്തനംതിട്ട, കൊല്ലം ജില്ലകളുമായി അതിർത്തികൾ പങ്കിടുന്ന ഈ മണ്ഡലം ആദ്യകാലങ്ങളിൽ ഇടതുപക്ഷത്ത് ഉറച്ചു നിന്നിരുന്നു. മണ്ഡലം പിന്നീട് വലതുപക്ഷത്തേക്ക് ചാഞ്ഞു. എന്നാൽ പിന്നീട് ഇടതുപക്ഷം പഴയ അപ്രമാദിത്യം തിരിച്ചുപിടിച്ചതായും കാണാം. 1980 മുതൽ 3 MLA-മാർ മാത്രമാണ് മാവേലിക്കരയ്ക്ക് ഉണ്ടായിരുന്നത്. കാരണം 1980-ൽ വിജയിച്ച CPM-ലെ S. ഗോവിന്ദക്കുറുപ്പിന് 3 അവസരങ്ങളും 1991-ൽ വിജയിച്ച കോൺഗ്രസിലെ M. മുരളിക്ക് 2011-ൽ ഇതൊരു സംവരണ മണ്ഡലമാകുന്നത് വരെയുള്ള അവസരവും മാവേലിക്കര നൽകി. 2011-ൽ വിജയിച്ച CPM-ലെ R. രാജേഷിനെ 2016-ലും വൻ ഭൂരിപക്ഷത്തോടെ മാവേലിക്കര തുണച്ചു. 2021-ൽ CPM-ലെ MS. അരുൺകുമാർ മണ്ഡലം ഇടത്ത് തന്നെ നിലനിർത്തി. 2025-ലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കര നഗരസഭയിൽ വൻ തിരിച്ചടി ലഭിച്ചെങ്കിലും ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തിലും മേൽക്കൈ LDF-ന് തന്നെയായിരുന്നു. സിറ്റിംഗ് MLA അരുൺകുമാറിനെ തന്നെ രംഗത്തിറക്കിയാണ് LDF മാവേലിക്കരയിൽ പോരുകുറിച്ചിരിക്കുന്നത്. SFIയിലൂടെ പൊതുരംഗത്തെത്തിയ അരുൺകുമാർ കോളേജ് യൂണിയൻ ചെയർമാൻ, SFI മാവേലിക്കര ഏരിയ സെക്രട്ടറി, SFI ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ്, CPM തഴക്കര ലോക്കൽ സെക്രട്ടറി, മാവേലിക്കര ഏരിയ കമ്മിറ്റി അംഗം, DYFI ആലപ്പുഴ ജില്ലാ ട്രഷറർ, കേരള യുവജന കമ്മീഷൻ ജില്ലാ കോർഡിനേറ്റർ, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം,
ഫിഷറി സർവകലാശാലയുടെ സെനറ്റ് അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ വികസനക്ഷേമ ഇടപെടലുകൾ എന്നിവയിലൂന്നിയാണ് അരുൺകുമാർ വോട്ട് തേടുന്നത്. അരുൺകുമാറിനെ നേരിടാൻ UDF മത്സരിപ്പിക്കുന്നത് അഡ്വക്കേറ്റ് മുത്താര രാജിനെയാണ്. യൂത്ത് കോൺഗ്രസ് നേതാവായ മുത്താര രാജ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പട്ടികജാതി വകുപ്പ് ദേശീയ കോഓർഡിനേറ്ററായും ലോയേഴ്സ് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗമായും യൂത്ത് കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിന്റെ മുൻ സംസ്ഥാന ചെയർപേഴ്സണായും പ്രവർത്തിച്ചിട്ടുണ്ട്. ദിശ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി അംഗവും മാവേലിക്കര കോടതിയിലെ അഭിഭാഷകയുമാണ്. മണ്ഡലത്തിലെ വികസന വീഴ്ചയാണ് മുത്താരയുടെ പ്രചാരണത്തിലെ മുഖ്യ ആയുധം. BJP സംസ്ഥാന സമിതി അംഗം T. അജിമോനാണ് മാവേലിക്കര നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി. പോരുവഴി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം ജില്ലാ ഡിവിഷൻ NDA സ്ഥാനാർത്ഥി എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള അജിമോൻ പെരുവിരുത്തി മലനട ദേവസ്വം മുൻ പ്രസിഡന്റായിരുന്നു. നിലവിൽ സിദ്ധനർ സർവീസ് സൊസൈറ്റി കുന്നത്തൂർ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, സംസ്ഥാന സമിതി അംഗം, ഭാരതീയ വ്യാപാരി വ്യവസായി സംഘ് കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം, ദലിത് ആദിവാസി മഹാസഖ്യം ജില്ലാ പ്രസിഡന്റ്, SC/ST ജില്ലാ പോലീസ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം എന്നീ ചുമതലകളിൽ പ്രവർത്തിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ കോട്ടങ്ങളെക്കുറിച്ച് പറയുന്നതിനോടൊപ്പം കേന്ദ്ര സർക്കാർ തരുന്ന നേട്ടങ്ങളും എടുത്തു പറഞ്ഞാണ് അജിമോൻ വോട്ട് തേടുന്നത്. തീരദേശമടങ്ങുന്ന നിയമസഭാ നിയോജക മണ്ഡലമാണ് ഹരിപ്പാട്. അപ്പർ കുട്ടനാട് കാർഷിക മേഖല ഉൾപ്പെടുന്ന ഈ മണ്ഡലം കായംകുളം, മാവേലിക്കര, അമ്പലപ്പുഴ മണ്ഡലങ്ങളുമായി അതിർത്തി പങ്കിടുന്നു. സ്റ്റാർ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഹരിപ്പാട്. ഇപ്പോൾ കാർത്തികപ്പള്ളി താലൂക്കിൽ ഉൾപ്പെടുന്ന ഹരിപ്പാട് നഗരസഭ ആറാട്ടുപുഴ, ചേപ്പാട്, ചെറുതന, ചിങ്ങോലി, കാർത്തികപ്പള്ളി, കരുവാറ്റ, കുമാരപുരം, മുതുകുളം, പള്ളിപ്പാട്, തൃക്കുന്നപ്പുഴ എന്നീ പഞ്ചായത്തുകൾ ചേർന്നതാണ് ഹരിപ്പാട് നിയമസഭാ മണ്ഡലം. പാരമ്പര്യമായി കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ മനോഭാവം ഇവിടെ കാണപ്പെടുന്നുണ്ടെങ്കിലും ഇടതുപക്ഷം എല്ലായ്പ്പോഴും ശക്തമായ വെല്ലുവിളിയുമായി നിലകൊള്ളുന്ന മണ്ഡലമാണിത്. ആറാട്ടുപുഴ, തൃക്കുന്നപ്പുഴ എന്നീ തീരദേശവും ചെറുതന ഭാഗം ഉൾക്കൊള്ളുന്ന അപ്പർ കുട്ടനാട് മേഖലയും ചേർന്ന മണ്ഡലത്തിൽ UDFന് മേൽക്കൈ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട്. UDF ഇവിടെ പതിവ് പോലെ രംഗത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ദേശീയ നേതാവും മുൻ സംസ്ഥാന പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയെയാണ്. 1982 മുതൽ 1987 വരെയും 2011 മുതൽ തുടർച്ചയായും ഹരിപ്പാടിനെ പ്രതിനിധീകരിച്ച രമേശ് ചെന്നിത്തല മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്നയാൾ എന്ന വിശേഷണത്തിനും ഉടമയാണ്. 2005 മുതൽ 2014 വരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായും 2014 മുതൽ 2016 വരെ രണ്ടാം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ സംസ്ഥാന ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുടെ ചുമതലയുള്ള ക്യാബിനറ്റ് മന്ത്രിയായും 2016 മുതൽ 2021 വരെ നിലവിലിരുന്ന 14ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായും പ്രവർത്തിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല KSUവിലൂടെയാണ് രാഷ്ട്രീയ പ്രവേശനം. MP ആയിരുന്ന അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമാണ്. സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ പരിപാടികളെയും ദുഷ്ചെയ്തികളെയും എതിർത്ത് പോരുന്ന പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാക്കളിൽ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഹരിപ്പാട് മണ്ഡലത്തെ ദേശീയ ശ്രദ്ധയിൽ എത്തിച്ചിട്ടുണ്ട്. ഏറെക്കാലമായി LDFൽ CPIക്കാണ് ഹരിപ്പാട് സീറ്റ് നൽകിയിരിക്കുന്നത്. കേരളത്തിലെ ഇടത് യുവ സംഘടനകളുടെ ശ്രദ്ധേയമായ നേതൃനിരയിലുള്ള AIYF നേതാവ് TT ജിസ്മോനാണ് ഇക്കുറി ഹരിപ്പാട്ടെ LDF സ്ഥാനാർത്ഥി. UDFലെ കരുത്തിനെതിരെയുള്ള പോരാട്ടത്തിന് കൃത്യമായ ഗൃഹപാഠത്തോടെയാണ് LDF ജിസ്മോനെ കളത്തിലിറക്കിയിരിക്കുന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ് ജിസ്മോൻ. ചേർത്തല സ്വദേശിയായ ജിസ്മോൻ 4 വർഷമായി ഹരിപ്പാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന വികസനം എണ്ണി പറഞ്ഞാണ് ജിസ്മോൻ വോട്ട് തേടുന്നത്. ഒപ്പം 2 പതിറ്റാണ്ടോളം MLA ആയിരുന്നിട്ടും ഹരിപ്പാടിന്റെ വികസനത്തിന് കാര്യമായ ഒന്നും ചെയ്യാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന വിമർശനവും വ്യാപകമായി LDF ഉന്നയിക്കുന്നു. BJPയുടെ നേതൃനിരകളിൽ തിളങ്ങുന്ന യുവതാരങ്ങളിൽ ഒരാൾ എന്ന് പറയാവുന്ന സന്ദീപ് വാചസ്പതിയെയാണ് NDA ഹരിപ്പാട് കളത്തിലിറക്കിയിരിക്കുന്നത്. BJP ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റായ സന്ദീപ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ വോട്ട് വിഹിതം മണ്ഡലത്തിൽ വർദ്ധിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് ചെറുതല്ലാത്ത ആത്മവിശ്വാസം പകരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലം വിവാദകാലം കൂടിയാണ്. കേരളം മുഴുവൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞു നിന്ന വിവാദം കായംകുളത്ത് നിന്ന് ഉത്ഭവിച്ചതാണ്. കായംകുളത്ത് മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥിയായ പ്രതിഭയ്ക്കെതിരെ മണ്ഡലം UDF ചെയർമാനായ മുസ്ലിം ലീഗ് നേതാവ് നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശം വലിയ തോതിൽ ചർച്ചയായി മാറി. തെരഞ്ഞെടുപ്പ് കാലം പൊതുവെ വിവാദകാലമാണ്.
നേതാക്കളും സ്ഥാനാർത്ഥികളുമൊക്കെ പറയുന്ന കാര്യം വലിയ അളവിൽ ഇക്കാലത്ത് ഓഡിറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ വാവിട്ട വാക്കുകൾ വിവാദമാകാം. കായംകുളം വാർത്തകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിറഞ്ഞു നിന്നത് അത്തരമൊരു വിവാദവുമായി ബന്ധപ്പെട്ടതാണ്. കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭ MLA-ക്കെതിരെ മണ്ഡലം UDF ചെയർമാനായ മുസ്ലിം ലീഗ് നേതാവുമായ A. ഇർഷാദ് UDF കൺവെൻഷനിൽ നടത്തിയ പരാമർശമാണ് വിവാദമായത്. സിറ്റിംഗ് MLA ആയ പ്രതിഭയുടെ മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതിനിടെയാണ് അധിക്ഷേപകരമായ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. ഇതിനെ തുടർന്ന് വിതുമ്പലോടെ പ്രതിഭ മാധ്യമങ്ങളെ കണ്ടതും വലിയ വാർത്തയായി. പരാമർശം വിവാദമായതോടെ ഇർഷാദ് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തി. പരാമർശത്തെ എതിർത്ത് UDF സ്ഥാനാർത്ഥി M. ലിജുവും പ്രതികരിച്ചു. ഇർഷാദിനെ ലീഗ് നേതൃത്വം പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുമുണ്ടായി. അധിക്ഷേപ പരാമർശം നടത്തിയെന്ന പരാതിയിൽ പിന്നീട് ഇർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിന് ശേഷം നോട്ടീസ് നൽകി വിട്ടയച്ചു. വാരം വാർത്താ വിചാരത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. വീണ്ടും അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം.